Hi friends, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് എൻ്റെ അല്ല കേട്ടോ, എൻ്റെ ബ്രദറിൻ്റെ വകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് എൻ്റെ ഇക്ക കേട്ടോ. പൊതുവേ ജെൻസൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അവരുടെ റെസിപ്പിയൊക്കെ വളരെ സിമ്പിളായിരിക്കും, എന്നാൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇക്ക പറഞ്ഞപ്പോൾ ഇത്രയും ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല. നല്ല അടിപൊളി റൈസായിരുന്നു. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ വന്നിട്ടാണ് ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. നമ്മൾ ദുബായിലുള്ളപ്പോഴാണ് ഈ ഒരു റെസിപ്പി പ്രിപ്പയർ ചെയ്തത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടുനോക്കാം. നിങ്ങളെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കാണാം. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, പറ്റുന്ന പോലെ കാണാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെളുത്തുള്ളിയും കൂടി നമ്മൾ വെളുത്തുള്ളിയും കൂടി ഇട്ടു. ഓക്കെ, ജസ്റ്റ് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 2 മിനിറ്റ് നമ്മളിങ്ങനെ നമ്മളതിന്ന് മൂപ്പിച്ചെടുക്കുക എന്നൊക്കെ എല്ലാം പറയാം. അപ്പോൾ ഇതിനെങ്ങനെ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വഴറ്റി ഇങ്ങനെ ഇട്ട് ഇനി ഒരു സ്വല്പം തീ കൂട്ടി കൊടുക്കും. ഫുൾ ഫ്ലെയിമിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റൈസിന് വേണ്ടിയിട്ട് എടുക്കുന്നത് സെല്ല ബസ്മതി റൈസാണ്. പ്രൈഡ് ഓഫ് ഇന്ത്യൻ്റെ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഉള്ളി വെളുത്തുള്ളിയൊക്കെ റെഡിയായി. അപ്പോൾ അതിനുശേഷം നമ്മളിത് ആദ്യം ഇട്ട് കൊടുക്കുന്നത് പട്ടയാണ്. പട്ട ആൻഡ് ഏലക്കായ, ഗ്രാമ്പു. ഓക്കെ, ഇത് 3 നമ്മൾ അതിൽ ആഡ് ചെയ്തു. ഇതൊക്കെ ഒരു കൈ അളവാണ്. നമ്മളൊരു 1.5 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കും. തക്കാളി നമ്മൾ ഇത്തിരി വലിപ്പം കൂട്ടിയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. എന്തായാലും അറിയോ, ഇത് നമ്മൾ അങ്ങനത്തെ അറബിക് ഫുഡായതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഒരു വെറൈറ്റി. ഓക്കെ, ഇപ്പം നമ്മൾ വെളുത്തുള്ളി തന്നെ ഫുള്ളായിട്ട് മുറിക്കാതെയാണ് ഇട്ടിരിക്കുന്നത്, കട്ട് ചെയ്തിട്ടില്ല, മുഴുവനായിട്ട് ഇട്ടു. ഞാനൊക്കെ ഇടുമ്പോഴേ ചതച്ചിട്ടിടും. ഇത് ഇങ്ങനെ ഇട്ടാൽ നമുക്ക് എന്താ ഗുണം എന്ന് അറിയുമ്പോൾ, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മൾ ഈ പച്ചമുളകും കൂടെ അതിലിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ ഇതായിക്കോട്ടെ. എന്താവണം, തക്കാളി ഒന്ന് ഉടയണം, സോഫ്റ്റ് ചെയ്യണം. അപ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യാം, അരി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇത് തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ളത്. ഗ്രാമ്പു, പട്ട, ഏലക്കായൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ ബ്രദറിൻ്റെ കുക്കിംഗാണ്. സ്പെഷ്യൽ ഫുഡാണ് ഇന്ന് നമ്മൾക്ക്. ഇന്നത്തെ സ്പെഷ്യൽ ഫ്രൈഡേ സ്പെഷ്യലാണ്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോഴത്തേനും അരിയൊക്കെ ഒന്ന് ഇനി നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ എന്നാൽ ഇട്ട് നോക്കാം. മുളക് പൊടി 1 ടീസ്പൂണ്, 1 ടീസ്പൂൺ കൂടെ ഇടാം. ഓക്കെ, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മതി. കുറച്ചുകൂടെ ഇടുന്നു. നമ്മൾ ചിക്കൻ എത്ര എടുത്തിട്ടുള്ള? 2 ചിക്കനാണ്. അപ്പോൾ നമ്മൾ അരി 1.5 കിലോ. ഇതാണ് ഇതിൻ്റെ മസാല. നമ്മൾ റെഡിയായി. വേറെ ഒന്നും വേണ്ട, വെരി സിമ്പിൾ ആണ്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ എന്താ അതിന് പറയാ, ഗരം മസാല. അല്ലല്ല, അതൊന്നും വേണ്ട. തക്കാളി പേസ്റ്റ്, ടൊമാറ്റോ. അപ്പോൾ സിമ്പിൾ മസാലയാണ് കേട്ടോ. പിന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റൈസ് നല്ല അടിപൊളി ടേസ്റ്റാണെന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഫ്രൈഡേ സ്പെഷ്യലാണ്. എൻ്റെ ഇക്കാൻ്റെ കുക്കിംഗ് ആണ് ഇന്ന് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ. ടൊമാറ്റോ എല്ലാം ഇതിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ നോക്കാം.
അപ്പൊ തക്കാളി പാപ്പാടെ സ്പെഷ്യലാണോ ഇന്ന്? പാപ്പാടെ കുക്കിങ് ആരാ വന്നല്ലോ? ആ കുട്ടികൾ വന്നതാ സ്കൂൾ വിട്ട്. ഇപ്പൊ ഇതിലിപ്പോ ഇൻഗ്രീഡിയന്റ് എല്ലാം മനസ്സിലായില്ലേ? ഇനി നമ്മളിത് എന്ത് ചെയ്യാറിയോ, ഒരു സാധനം കൂടെ വേറൊന്നുമല്ല, നമ്മുടെ ഈ ചിക്കൻ നമ്മൾ 2 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ശരിക്കും ചിക്കൻ ഇങ്ങനെ, അപ്പോൾ ചിക്കൻ നമ്മൾ മേടിച്ചപ്പോൾ ഒരു അബദ്ധം പറ്റി. ഒരു ചിക്കൻ എന്താ പറയുക നോർമൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു. പക്ഷെ ശരിക്കും ഇതൊരു 4 പീസായിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ചിക്കനാണ് അതുപോലെ 4ആയിട്ട് കിട്ടിയത്. ഒരെണ്ണം നമ്മൾ എന്താ പറയുക കറി പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. പക്ഷെ ചെറിയ പീസസ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വലിയ പീസും നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ആഹാ, എന്താ ചന്തം, നല്ല അടിപൊളി കളറാണ് കേട്ടോ. 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഫുഡാ. അപ്പൊ ഇക്കത് എപ്പോ ഉണ്ടാക്കാൻ തുടങ്ങിയതാ? ഗൾഫിൽ വന്ന സമയത്ത് എന്തോ ഇടാൻ മറന്നിട്ടുണ്ടല്ലേ? എന്താണ്? ശരിയാ, മറന്നതാണ്. ഇപ്പോഴും ഇടാലോ. ഇപ്പഴല്ലേ നമ്മളെ ചിക്കൻ ഇട്ടിട്ടുള്ളൂ. ഇതാ ഇവിടെ താഴത്തെ ഇതില്, താഴെ ഇവിടെ താഴെ. ആണല്ലേ? അളവ് 2 ചിക്കൻ ഇല്ലേ, ഒരു 3 ടീസ്പൂണോളം ഇടാം. തക്കാളിയൊക്കെ ഇട്ടതല്ലേ, വേണ്ടി വരും. 3 മതിയോ? 3 ടീസ്പൂൺ വേണമെങ്കിൽ ഒന്ന് കുക്കായി കഴിയുമ്പോൾ കുറച്ചും കൂടെ എക്സ്ട്രാ. 1.5 സ്പൂൺ 2 സ്പൂൺ എന്ന കണക്കിനാണ് നമ്മൾ നിങ്ങളുടെ ആവശ്യത്തിനാണ് ഇടാം. ഇപ്പൊക്കെ ഉപ്പ് എരിവ് പുളിയൊക്കെ നമ്മുടെ, പക്ഷെ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മുളക് പൊടി നമ്മൾ കാശ്മീരി ചില്ലി ആണ് ഇട്ടിട്ടുള്ളത്. പിന്നെ കുറേ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ സ്പൈസി ആയിരിക്കും എന്ന് വിചാരിക്കണം അല്ലേ? സ്പൈസി അങ്ങനെ സ്പൈസി ഒന്നും ഉണ്ടാവില്ല. കാരണം ഈ അറബികൾ സ്പൈസി അവരധികം ഉപയോഗിക്കില്ല. ഇപ്പോഴൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇപ്പൊ ഇത് നമ്മളൊരു 5 മിനിറ്റ് ഇങ്ങനെ, ഇതിന്റെ മൂടി എവിടെ? മൂടി എന്നല്ലേ പറയാ? ഇതിങ്ങനെ അടച്ചു വെക്കുക. ഓക്കെ, ഇതിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണം അറിയാം? ചിക്കൻ ഒരു 5 മിനിറ്റ് കുക്ക് ആവണം അല്ലേ? വെള്ളം, ചുടുവെള്ളം വെക്കാൻ. അപ്പൊ നമ്മളൊരു എന്താ പറയാ, നമ്മള് ചിക്കൻ 10 മിനിറ്റ് 5 മിനിറ്റ് വരെ 10 മിനിറ്റ് താഴെ ഒരു 5-10 മിനിറ്റ് നമ്മൾ ചിക്കൻ ഒന്ന് ഫുൾ ഫ്ലെയിമിലാണോ സിമ്മിലാണോ മൂടി വെച്ചു. അപ്പോൾ ഒരു 10 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാന്നാ പറയുന്നത്. വെള്ളം ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് അല്ലേ? ചൂടുവെള്ളം. അപ്പോൾ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ആ ചൂടിൽ പച്ചവെള്ളം വേണ്ടെന്നുള്ളതിൽ പച്ചവെള്ളം ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ ഒരു വൃത്തിക്ക് നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കുകയാണ്. അപ്പോൾ ആ തിളച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, വെള്ളത്തിന് അളവ് വല്ലതും ചോറ് റൈസ് വറ്റിച്ചെടുക്കുന്നല്ലേ? എല്ലാ റൈസ് എടുത്തിട്ടുള്ള, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വെന്ത് ഉടഞ്ഞു കലങ്ങിയൊന്നും പോവില്ല. വെള്ളം പോരല്ലോ, വെള്ളം പോരാ, കുറച്ചുകൂടെ ഒഴിക്കും വെള്ളം. എന്നിട്ട് നമ്മളൊരു 20 മിനിറ്റ് ഈ കോഴി വേവിക്കുക. ഇപ്പൊ നമ്മൾ കറക്റ്റ് ടൈം നോക്കി 20 മിനിറ്റ് ചിക്കൻ ഒന്ന് ബോയിൽ ഇതിൽ വെള്ളത്തിൽ അത് പ്രസ് ചെയ്ത് ഓപ്പൺ ആക്കി. ഓഫല്ല, ഓണാണ്. അപ്പോൾ അരി വേവാനുള്ള എത്ര 1.5 കിലോ അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്.
അപ്പോൾ അളവൊന്നുമില്ല, വെള്ളത്തിനൊരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല. വെള്ളം നമ്മൾ എടുക്കുന്ന അരിക്ക് അനുസരിച്ച് നമ്മൾ എത്ര വെള്ളം വയ്ക്കുന്നു അതനുസരിച്ച് വയ്ക്കുക. അപ്പോൾ ഇനി തിളയ്ക്കണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ 20 മിനിറ്റ് വരെ ഇതിങ്ങനെ വേവിക്കണം. ആഫ്റ്റർ 20 മിനിറ്റ്സ് നമ്മൾ പുറത്തെടുക്കുക. ചിക്കൻ മാത്രം വേറെ എടുക്കും അല്ലേ? എടുത്തിട്ട് പിന്നെ അതിൽ റൈസ് എടുക്കും. ഓക്കെ. പിന്നെ ഇത് അടച്ചു വെക്കണം. ഉപ്പ് നോക്കണം അല്ലേ? ഉപ്പ് കറക്റ്റ് ആവില്ല, എന്താ പറഞ്ഞ വെള്ളം ഒഴിച്ചില്ലേ? ഉപ്പ് കറക്റ്റാണ്. ഓക്കെ. ഇനി വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്തിനറിയോ, ഈ ഉപ്പുള്ള ഉപ്പ് അത് മതിയാവും. ചിക്കനിൽ മതിയാവില്ല, വെള്ളത്തിൽ കറക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു ശകലം കൂടെ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം ചിക്കനിലേക്ക് പിടിക്കുന്നതിന് ആവശ്യത്തിന്. 1 ടീസ്പൂൺ ഇട്ടോ, ഇട്ടൊക്കെ കുഴപ്പമില്ല, റൈസൊക്കെ ഇടുന്നല്ലോ. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഫുൾ ഫ്ലെയിമിൽ ഇട്ടോ. 20 മിനിറ്റ്. അപ്പോൾ ഒരു 20 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഇതിലിട്ടിട്ടുള്ള ചിക്കനൊക്കെ നമ്മൾ എടുക്കാൻ പോവാണ്. പിന്നെ ഫ്രണ്ട്സ്, നമ്മളിതിൽ ഉണക്ക നാരങ്ങ ഇട്ടിട്ടുണ്ടായി കേട്ടോ. ചിക്കൻ ചേർത്തപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഉണക്ക നാരങ്ങ കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 3 എണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു റൈസിന് വേണ്ടിയിട്ട് 1.5 കിലോ സെല്ല ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് 1 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ മാറ്റിയെടുക്കുകയാണ്. ഇനി ഇത് ഫ്രൈ ചെയ്യും അല്ലേ? നമ്മുടെ കൈ കൊണ്ടിട്ടോ, കുഴപ്പമില്ല. കൈ കളറുണ്ടോ നോക്ക്? നല്ല കളറുണ്ട്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്തത് കൊണ്ട് പെട്ടെന്ന് ഇത് വേകും. അരി ഇട്ടിട്ട് നമ്മൾക്ക് ഇത് വെള്ളം ഇതിങ്ങനെ വെച്ചാല് ഈ സാധനം വീഴുണ്ടോ നോക്കുക. ഇതാണ് വെള്ളത്തിന്റെ അളവ്. ഇപ്പൊ അത് കറക്റ്റ് ആണ്, വെള്ളം കൂടിയിട്ടില്ല. മനസ്സിലായോ? ഇതിങ്ങനെ നിന്നാ വെള്ളം കറക്റ്റ് ആണെന്നാണ്. ശരി. ഓക്കെ, ഇത് പുതിയ അറിവാട്ടൊക്കെ. ശരി. ഓക്കെ. പിന്നെ ഇതെന്താ, ഇനി അടച്ചു വെക്കാം? അടച്ചു വെക്കുക. ചെറിയ തീയിലിട്ട് വെച്ചാൽ അത് റൈസ് ഒന്ന് കുക്കായി എടുക്കണം. ഇനി ഈ ചിക്കൻ എന്ത് ചെയ്യണം? ചിക്കൻ നമ്മള് ഒന്നുകൂടെ ഫ്രൈ പാനിലിട്ട് ഓയിൽ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്ത്. അപ്പോൾ അത് അടച്ചു വെക്കാം. സിമ്മിലിടാം അല്ലേ? ഇടയ്ക്കൊന്ന് നോക്കണം അല്ലേ? മതി ഇത്. മൂക്കിട്ടെടുത്താൽ മതി. ഒന്നും കൂടി വേണ്ട. അപ്പോൾ ഇത് കുറച്ച് തൈരാണ്. ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസ് ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാനാണ്. ഒഴിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് നമ്മൾ ഇതുപോലെ തൈരിങ്ങനെ ചുറ്റിച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടച്ച് ഒരു 10 മിനിറ്റ് ദമ്മിലിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വോയിസിന് ചെറിയ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ നാട്ടിൽ വന്നിട്ടാണ് ഈ ഒരു വോയിസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ക്ലൈമറ്റൊക്കെ ഒന്ന് മാറിയപ്പോൾ ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് ഉണ്ടാക്കിയ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഫ്രൈഡേ സ്പെഷ്യലാണിത്. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് ജുമാക്ക് സമയമായപ്പോൾ ഇക്ക പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനും എൻ്റെ ഇത്തയും കൂടെ ചേർന്നിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ ഇത്തയാണ് ബാക്കിയുള്ളതൊക്കെ സെറ്റാക്കി എടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊക്കെ വന്ന് അപ്പോഴേക്കും ജുമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ റൈസ് എല്ലാം അടിപൊളി റെഡി ആയിട്ടുണ്ട്. നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഒരു അറബിക് സ്റ്റൈലിൽ തന്നെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, വലിയൊരു പ്ലേറ്റിലേക്ക് മൊത്തം റൈസും നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു എന്താ പറയുക, മുകൾ ഭാഗം ഒന്ന് കളർ ചേഞ്ചായി വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത ചിക്കനാണ്. അപ്പോൾ ഓയിലിട്ടിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇക്ക പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വളരെ സിമ്പിളായിട്ടുള്ള മസാലയാണ്. നമ്മുടെ നാടൻ ഇന്ത്യൻ സ്പൈസസ്, വെറും 2 പൗഡർ മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ സൗദി ഫുഡാണത്. ദുബായിലത്തെ എനിക്കറിയില്ല, സൗദിയിൽ ഇതിനെ മക്കൂസ് എന്നാണ് പറയുക. അപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.